ഉറക്കം നമ്മളുടെ ആരോഗ്യത്തെ ശക്തിപ്പെടുത്തുന്നൊരു സംഗതിയാണ്. കൃത്യമായ ഉറക്കമില്ലെങ്കിൽ എന്തു ചെയ്യും? ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും. എന്നാൽ ചില സമയത്ത് ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിയാൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും അല്ലേ? ഉറക്കം കാരണം മരണം വരെ സംഭവിക്കാൻ കാരണമായി തീരുന്ന ചില സമയങ്ങളുണ്ട്. അല്ലെങ്കിൽ ആരോഗ്യമായി മാനസികമായി വലിയ പ്രയാസങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്ന ചില സമയങ്ങളുണ്ട്. ഉറങ്ങിയിട്ടില്ല എങ്കിൽ മരണം സംഭവിക്കുന്ന ചില അവസ്ഥകൾ വരാനുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ ഉറങ്ങാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ എപ്പോഴാണ് ഉറങ്ങേണ്ടത്, ആരോഗ്യപരമായ ഉറക്കം എപ്പോഴാണ്, ഉറങ്ങിയാൽ കുഴപ്പമുള്ള കറാഹത്തുള്ള സമയം എപ്പോഴാണ്, ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം നമ്മളുടെ ഉറക്കിന് പോലും നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ കൃത്യമാക്കാനുള്ള ഒരു പവർ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? വജഅൽനാ നൗമക്കും സുബാത്ത എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വീഡിയോ മുഴുവനായി കേൾക്കുക. ഉറക്കിനെ പറ്റി നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ, കുടുംബാദികളെ അത് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുമുണ്ട്. മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ. ഉറക്കിനെ സംബന്ധിച്ച് പല വീഡിയോകളും നമ്മൾ കേട്ടിട്ടുണ്ട്. എപ്പോഴാണ് ഉറങ്ങേണ്ടത്, എപ്പോൾ ഉറങ്ങാൻ പാടില്ല എന്ന് വിശദമായി ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രൂപത്തിൽ ആരോഗ്യപരമായ ഉറക്കം എപ്പോഴാണ്, അല്ലാത്ത പക്ഷം നമുക്ക് കിട്ടുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കിയാലോ. ഉറങ്ങാൻ പാടില്ലാത്ത സമയങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്, പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യപരമായിട്ട് ആ സമയത്ത് ഒരിക്കലും ഉറങ്ങാൻ പാടില്ല, ഒഴിവാക്കണം. അതുപോലെ തന്നെ ഉറങ്ങൽ സുന്നത്തുള്ള സമയങ്ങളുണ്ട്, ഉറങ്ങൽ കറാഹത്തുള്ള സമയങ്ങളുണ്ട്, ഉറങ്ങാൻ അനുവദിക്കപ്പെട്ട ഏറ്റവും അഫ്ളലായ സമയമുണ്ട്. ആ സമയത്ത് ഉറങ്ങൽ ഏറ്റവും അഫ്ളലാണ്. അത്തരത്തിൽ പല സംഗതികൾ, പല ഉറക്കിൻ്റെ രൂപങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഇസ്ലാമികപരമായി ഹബീബായ നബി തങ്ങൾ അവിടുത്തെ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടതാണ്. എങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ ശാസ്ത്രീയമായ ഒരുപാട് വശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ശാസ്ത്രലോകം ചർച്ച ചെയ്യുന്നുണ്ട്. ഉറങ്ങാൻ പാടില്ല എന്ന് ഇസ്ലാമികപരമായിട്ട് പൂർണ്ണമായി ഉറങ്ങൽ ഒഴിവാക്കണമെന്ന് പറഞ്ഞൊരു സമയമാണ് ഫജ്റിന് ശേഷമുള്ള സമയം. അതായത് സുബഹി കഴിഞ്ഞ് ഉടനെയുള്ള സമയത്ത് കിടന്നുറങ്ങാം, അത് കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ ഉറങ്ങാം. ആ ഒരു ഉറക്കം ഒഴിവാക്കേണ്ടതാണ്. ആരോഗ്യപരമായ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ആ സമയത്ത് ദിക്റുകൾ, ദുആകൾ, ഖുർആൻ പാരായണങ്ങൾ കൊണ്ട് നിങ്ങളുടെ സമയങ്ങളെ ചെലവഴിക്കാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചെന്ന് സുന്നത്തായി പഠിപ്പിച്ചു തരികയും ആ സമയത്തുള്ള ഉറക്കം നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം എന്ന്, അത് നമ്മളുടെ ജീവിതത്തിൽ ബർക്കത്ത് കെട്ടുപോകാൻ, കുടുംബത്തിൽ ബർക്കത്ത് കെട്ടുപോകാൻ, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിൽ ബർക്കത്ത് കെട്ടുപോകാനൊക്കെ കാരണമായി തീരും അല്ലേ? നിങ്ങൾ നോക്കി, ഈ രാവിലെ ആ സമയത്ത് കിടന്നുറങ്ങുന്ന ആളുകളുടെയൊക്കെ ജീവിതത്തിൽ വലിയ ബർക്കത്തുകേടായിരിക്കും. നമ്മളിപ്പോൾ എത്ര ദിക്ർ ചൊല്ലി ദുആ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. സുബഹി കഴിഞ്ഞ് ഉടനെ ആ സമയത്ത് കിടന്നുറങ്ങുന്ന ആളുകളാണെങ്കിൽ ആ സമയത്ത് വലിയ ബർക്കത്തുകളുണ്ടാവും, വലിയ ബർക്കത്തുകളുണ്ടാവും. കച്ചവടത്തിലോ ജോലിയിലോ കുടുംബത്തിലോ മക്കളിലോ ഒന്നും ഒരു ഖൈറുണ്ടാവില്ല, ഒരു ബർക്കത്തുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഉറക്കം ഉറപ്പായും ഒഴിവാക്കണം. രണ്ടാമത് പറയുന്നത് അസറിന് ശേഷം മഗ്രിബ് വരെയുള്ള സമയം. അശർ നിസ്കാരത്തിന് ശേഷം മഗ്രിബ് വരെയുള്ള സമയത്ത് കിടന്നുറങ്ങൽ, അതും എന്ത് ചെയ്യുക? ആരോഗ്യപരമായ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഈ സമയത്ത് ഉറങ്ങൽ മക്റൂഹാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു. കറാഹത്താണ്, ഉറങ്ങൽ പാടില്ലാത്ത, ഒഴിവാക്കണം. കറാഹത്തല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഉറങ്ങാന്നാണോ? അല്ല, കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കണം എന്ന് തന്നെയാണ് അതിനർത്ഥം ഇല്ലേ? പക്ഷെ ഒഴിവാക്കിയില്ലെങ്കിൽ ചെയ്തു പോയാൽ കുറ്റമില്ല എന്നല്ലേ ഉള്ളൂ. ഒഴിവാക്കണം. മക്റൂഹ് അത് ഒഴിവാക്കേണ്ടതായതുകൊണ്ടാണ് മക്റൂഹായിട്ട് പഠിപ്പിക്കപ്പെട്ടത്. അല്ല, ചെയ്യാം എന്നുള്ളതാണെങ്കിൽ എന്ത് ഹലാല് എന്ന് പറഞ്ഞ് വിട്ടാൽ മതിയല്ലോ. വേണേൽ ചെയ്താൽ മതി, വേണ്ടവർ ചെയ്തോട്ടെ, വേണ്ടാത്തവർ ഒഴിവാക്കുക, അങ്ങനെയല്ലല്ലോ. ഇത് മക്റൂഹാണ്, ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. അസറിന് ശേഷം എന്ത് ചെയ്യുക? ആരെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ കാരണമാകും എന്നും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യമായ ഒരു റിപ്പോർട്ടിൽ കാണാമെന്ത്, ഈ അസറിന് ശേഷം ഉറങ്ങുന്ന വ്യക്തിയിലേക്ക് ജുനൂൻ വരാൻ, അതായത് ഭ്രാന്ത് കടന്നു വരാൻ കാരണമായി തീരും. സ്ഥിരമായി 40 ദിവസമൊക്കെ തുടർച്ചയായിട്ട് ഒരാൾ എന്ത് ചെയ്യുക? അസറിന് ശേഷം ഉറങ്ങാൻ സമയം കണ്ടെത്തി. എന്നാൽ ആ കണ്ടിന്യൂ ആയിട്ട് ഓതൽ എന്ത് ചെയ്യും? ഉറങ്ങൽ അയാൾക്ക് ഭ്രാന്ത് കൊണ്ടുവരും. അത് ജീവിതത്തിലേക്ക് അയാൾ ഭ്രാന്തരായി മാറാൻ, സമനില തെറ്റിപ്പോകാൻ, മാനസികമായി വലിയ പ്രയാസങ്ങൾ ഉണ്ടാകാൻ കാരണമായി തീരുമെന്ന് പഠനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി മൂന്നാമത്തത്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഖുതുബയുടെ സമയത്ത് ഉറങ്ങാം. ഖത്തീബ് മിമ്പറിൽ നിങ്ങൾ ഖുതുബ പോകുന്ന സമയത്ത് ഉറങ്ങാം. ഇത് എന്ത് ചെയ്യുക? മനുഷ്യനെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകും. ഖുതുബയുടെ സമയത്ത് ഉറങ്ങുന്നത് ഏറ്റവും വലിയ അബദ്ധമാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരിക. ഏറ്റവും വലിയ അബദ്ധമാണ് ഖുതുബയുടെ സമയത്ത് ഉറങ്ങൽ. അതുപോലെ തന്നെ സുന്നത്തിനോടെതിരായതാണ്. അതുകൊണ്ട് തന്നെ ആ
ഉറക്കം ഒഴിവാക്കേണ്ടതാണ്. എങ്ങനെയെങ്കിലും ഉറക്കം ഒഴിവാക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ അത് സ്വീകരിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കപ്പെട്ടത്, വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കപ്പെട്ടത്, ഖുത്ബയുടെ സമയം അള്ളാഹുവിലേക്ക് കൂടുതൽ ദിക്ർ ചൊല്ലേണ്ട, അള്ളാഹുവിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുത്തിയിരുന്ന് ഉറങ്ങുക എന്നുള്ളത് ഏറ്റവും വെറുക്കപ്പെടുന്നൊരു സംഗതിയാണ്. മൂന്നാമത്തെ സമയം അതാണ്. ഇനി എപ്പോഴാണോ ഉറങ്ങേണ്ടത്? ആരോഗ്യപരമായി ഉറക്കം ഒഴിവാക്കേണ്ട സമയങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒന്ന് രണ്ടെണ്ണം കൂടെ പറഞ്ഞുതരാം. അർദ്ധരാത്രിക്ക് ശേഷം, അതായത് അർദ്ധരാത്രി കഴിഞ്ഞ് അതിന് ശേഷം ഉറങ്ങാൻ കിടക്കാം. ഈ രാത്രി വരെ ഇങ്ങനെ ടർഫുകളിലും അതുപോലെ തന്നെ ഇങ്ങനെ സൊറ പറഞ്ഞിരുന്ന് നേരം കളഞ്ഞ് എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറും അതുപോലെ ഫോണും ഒക്കെ ആയിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നായ ഉറങ്ങുന്നവർ ഉറങ്ങാം. നായ്ക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും, തെണ്ടിത്തിരിഞ്ഞ് നടക്കും. എന്നിട്ട് അവസാനം അർദ്ധരാത്രി കഴിഞ്ഞിട്ട് വന്ന് ഉറങ്ങാൻ കിടക്കും. ആ ഒരു ഉറക്കം ഒഴിവാക്കേണ്ടതാണ്, അല്ലേ? വൈകിയുള്ള ഉറക്കം, വളരെ വൈകിയുള്ള ഉറക്കം, അത് ശാരീരിക ഹോർമോണിൻ്റെ ബാലൻസ് തെറ്റാൻ കാരണമായി തീരും. നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോൺ ബാലൻസ് തെറ്റിപ്പോകാൻ കാരണമായി തീരും. അതുകൊണ്ട് ആ സമയത്തെ ഉറക്കം ഒഴിവാക്കേണ്ടതാണ്. ഇനി കാണാമെന്ത്, പൂർണ്ണമായ വയറോടുകൂടി, അതായത് വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങാം. ആ ഭക്ഷണമൊന്ന് ദഹിക്കാനുള്ള സമയം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഉറങ്ങുക, അതും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാക്കും. നമ്മൾ ഭക്ഷണം കഴിച്ച് ദഹിക്കാനൊരു സമയം കൊടുത്തിട്ടാവണം ഉറങ്ങാൻ കിടക്കേണ്ടത്. അത് ഭക്ഷണം കുറച്ച് നേരത്തെ കഴിക്കാം, അതിനുശേഷം എന്ത് ചെയ്യുക, അത് ദഹിക്കാനുള്ളൊരു 2 മണിക്കൂറെങ്കിലും ഒരു ഗ്യാപ്പ് വരുന്ന കോലത്തിൽ ദഹിക്കാനൊന്ന് സമയം കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഉറങ്ങാൻ കിടക്കാം. അതുകൊണ്ട് രാത്രി സമയത്ത് അപ്പോൾ ഹെവി ഭക്ഷണം, അതായത് ദഹിക്കാൻ കൂടുതൽ സമയം വേണ്ട ഭക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. ഇനി അഥവാ കഴിച്ചു കഴിഞ്ഞാലും ഈ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയം ഗ്യാപ്പ് കൊടുക്കുക, ആ ഭക്ഷണം ഒന്ന് ദഹിക്കാനുള്ള സമയം കൊടുക്കുക. ഇനി കാണാം എന്ത്, സൂര്യോദയത്തിന് തൊട്ടു പിന്നാലെയുള്ള ദീർഘമായ ഉറക്കം. സൂര്യോദയത്തിന് തൊട്ടു പിന്നാലെ ദീർഘമായി കിടന്നുറങ്ങുക. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എന്തായാലും ഉറങ്ങാൻ പാടില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി സൂര്യൻ ഉദിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, സൂര്യൻ ഉദിച്ചു ഉടനെ എന്ത് ചെയ്യുക, കിടന്നുറങ്ങുക, ദീർഘമായി കിടന്നുറങ്ങുക, ഉച്ച വരെ അങ്ങോട്ട് കിടന്നുറങ്ങി. ചില ആളുണ്ടല്ലോ, എന്താണ് ഉച്ചയ്ക്ക് സൂര്യൻ മൂട്ടിലടിക്കുമ്പോഴാണ് ചിലപ്പോൾ എഴുന്നേറ്റ് വരിക, ഉച്ച വരെ കിടന്നുറങ്ങുക. ആ ഒരു ദീർഘമായ ഉറക്കം ഒഴിവാക്കുക. ഇതെന്ത് ചെയ്യുമെന്നറിയോ, നമ്മുടെ ജീവിതത്തിൻ്റെ ദിനക്രമം തന്നെ തകർത്ത് കളയും. ജീവിതത്തിൻ്റെ ദൈനംദിനമുള്ള ക്രമം തന്നെ തകർത്ത് കളയും. നമുക്ക് പിന്നീട് ഒരു ഉന്മേഷം ഉണ്ടാവില്ല, ജീവിതത്തിലൊരു ഉന്മേഷം വരില്ല, റാഹത്ത് ഉണ്ടാവില്ല. ഇങ്ങനെ എന്ത് ചെയ്യുക, തോന്നുന്ന പോലെ ലാഹുലയായിട്ട് ഇങ്ങനെ നടക്കേണ്ടി വരും. അങ്ങനെ ആകാൻ പാടില്ലല്ലോ. നമുക്കൊരു ഉന്മേഷത്തോടുകൂടി ആർജവത്തോടുകൂടിയൊക്കെ ജീവിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ദീർഘമായ സൂര്യോദയത്തിന് ശേഷമുള്ള ഉറക്കം ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഉറങ്ങേണ്ടത്? അപ്പോൾ മനുഷ്യന് ഉറങ്ങണ്ടേ? തീർച്ചയായിട്ടും ഉറങ്ങണം. ഉറങ്ങാൻ നല്ല സമയം മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എപ്പോഴാണ് ഉറങ്ങേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് ഏറ്റവും നല്ല സമയം ഇതാ, ഇശാ നിസ്കാരത്തിന് ശേഷം നേരത്തെ കിടന്നുറങ്ങാം. സുന്നത്തായ രീതി അതാണ്. ഇശാ നിസ്കരിക്കുക, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് കിടന്നുറങ്ങാം, ഇല്ലേ? ആ സമയത്ത് സംസാരിച്ചിരിക്കാൻ പോലും പാടില്ല, അത് കറാഹത്താണ് എന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസിൽ കാണാം. ഇശാ നിസ്കാരത്തിന് ശേഷം പെട്ടെന്ന് ഉറങ്ങാം. ഇനി അവർ സംസാരിക്കാൻ അനുവാദം കൊടുത്തിരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കുക എന്നല്ലാതെ, അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യുക, പെട്ടെന്ന് കിടന്നുറങ്ങിയേക്കാം. രണ്ടാമത് പറയുന്നുണ്ട്, ഉച്ച സമയത്ത് കൈലൂലത്തിൻ്റെ ഉറക്കം ഉറങ്ങാം. ഉച്ച സമയത്ത്. ഏത് തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉച്ചയ്ക്ക് കിടന്ന് ഒരല്പസമയം ഉറങ്ങുക എന്നുള്ളത് സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടതാണ്. അപ്പോൾ അതിന് ആ ഉറക്കത്തിന് പറയുന്ന പേരാണെന്ത്, കൈലൂലത്ത്. അതെന്ത് ചെയ്യുക, ആ ഉറക്കം 20-30 മിനിറ്റ് അത്രയാണ്, അതിനേക്കാൾ കൂടുതൽ. നേരത്തെ പറഞ്ഞ പോലെ ദീർഘമായി കിടന്നുറങ്ങുകയല്ല, ഉച്ച മുതൽ വൈകുന്നേരം മഗ്‌രിബ് വരെ അങ്ങോട്ട് കിടന്നുറങ്ങുക, അങ്ങനെയാണോ? അല്ല, അതിന് കൈലൂല എന്നല്ല പറയാം, അതിന് വേറെ എന്തെങ്കിലും പേരായി പറയാം. എന്ത് ചെയ്യുക, കൈലൂലത്തിൻ്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ്, മാക്സിമം പോയി 1 മണിക്കൂർ, അത്രയൊക്കെ ആ സമയത്ത് ഉറക്കം പാടുള്ളൂ. അത് ഉറങ്ങുന്നത് എന്ത് ചെയ്യുക, ശരീരത്തിന് മൊത്തത്തിലൊരു ഉന്മേഷം ഉണ്ടാകാനും അത് ശേഷമുള്ള, അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള ആ ഒരു സമയത്തിന് വലിയ ഊർജ്ജത്തോടു കൂടി നിൽക്കാനൊക്കെ എന്ത് ചെയ്യും, സഹായിക്കും. ഈ ആരോഗ്യപരമായ ഉറക്കമാണ് മനുഷ്യന് നല്ലത്. ഇതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്, നമ്മുടെ ഉന്മേഷത്തിന് നല്ലത്, ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ നല്ലതൊക്കെ ഇത്തരത്തിലുള്ള ഉറക്കമാണ്. ബാക്കി പറഞ്ഞ ഉറക്കങ്ങളൊക്കെ, ആ സമയത്തുള്ള ഉറക്കങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഇനി വല്ലപ്പോഴും ഒക്കെ ക്ഷീണം വന്നപ്പോൾ ഒന്ന് കിടന്നുറങ്ങിപ്പോയി, അത് വലിയ സബോൾ മൂബിക്കാത്തായതുകൊണ്ട് പറയല്ല, അത് സ്ഥിരമാക്കിയാലുള്ള കുഴപ്പമാണ് ഈ പറഞ്ഞത് മുഴുവൻ. വല്ലപ്പോഴും ഒക്കെ ഇങ്ങോട്ട് ഉറങ്ങിപ്പോയി, ഇല്ലേ? സമയത്ത് ഒരു ക്ഷീണം വന്നു, ഉറക്കം വന്നു, കിടന്നുറങ്ങി, അതിനല്ല ഈ കുറ്റം എന്ന് പറയുന്നത്, അതല്ല ഒഴിവാക്കണമെന്ന് പറയുന്നത്. മറിച്ച് അതങ്ങ് ജീവിതത്തിൻ്റെ ഭാഗമാക്കി ശീലമാക്കുന്ന ആളുകൾ അത് ഉറപ്പായും ഒഴിവാക്കിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. ഉറക്കം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ്, അള്ളാഹു നൽകിയ വലിയ നിഅമത്താണ്. ഒരു നേരം ഒന്ന് കിടന്ന് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാതെ ഉറക്കം പോയ എത്രയോ ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നീ സൈറായ ഉറക്കം പ്രദാനം ചെയ്യണേ അല്ലാഹ്. കാരണം വജഅൽനാ നൗമക്കും സുബാത്ത, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം. എണ്ണി പറയുന്ന കൂട്ടത്തിൽ പറയുകയാണെന്ന്, നിങ്ങൾക്ക് അള്ളാഹു നല്ല സുന്ദരമായ ഉറക്കം നൽകിയത്, സമാധാനപൂർണ്ണമായ ഉറക്കം
ഉറക്കം നൽകിയില്ലേ എന്ന്, അല്ലേ? അത് നൽകിയ നാമമല്ലേ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ അത്രയും മഹത്വമുണ്ട്, അത്രയും പവറുണ്ട് ആ ഒരു ഉറക്കം എന്നുള്ള സംഗതിക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ടെൻഷനുകളും പ്രയാസങ്ങളും നീക്കിത്തരുമാറാകട്ടെ. ആരോഗ്യപരമായ അള്ളാഹു നമുക്ക് വലിയ ഉയർച്ച നൽകുമാറാകട്ടെ. മാനസികമായി വലിയ ഉന്മേഷം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. മറ്റൊരു ദിവസത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.